ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ ദയനീയമായി FC ഗോവയോടും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പരാജയപ്പെട്ടിരിക്കുന്നു. ചെന്നൈ FCക്കെതിരെ തിരിച്ചു വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി മുഴുവൻ വിജയമാകുമെന്ന് ആരാധകർ കരുതിയെങ്കിൽ ഈ ടീം അങ്ങനെയൊന്നും രക്ഷപ്പെടില്ല എന്ന് ഉറപ്പ് തന്നെയാണ്. എന്നാൽ മത്സരം കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. എന്തായിരുന്നു ആ ഒരു കാര്യം? ഇത്ര നന്നായി കളിച്ചിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ് വിജയിക്കാത്തത്? ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ബംഗളൂരു FCക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് മുഴുവൻ സമയവും ഡോമിനേറ്റ് ചെയ്താണ് കളിച്ചത്, പക്ഷേ ഗോളടിക്കാൻ സാധിച്ചില്ല. FC ഗോവക്കെതിരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് അവസരങ്ങൾ തുറന്നെടുത്തു. മറ്റു പല കളികളിലും കേരള ബ്ലാസ്റ്റേഴ്സ് അവസരങ്ങൾ തുറന്നെടുക്കുന്നു എന്നുള്ളതല്ലാതെ ഗോളടിക്കാൻ സാധിക്കുന്നില്ല. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളടിക്കണമെങ്കിൽ ഒന്നുകിൽ നോഹോ സദോയിയെ ആശ്രയിക്കണം, അല്ലെങ്കിൽ ജീസസ് ഡിമിനസിനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ പെപ്രയെ ആശ്രയിക്കണം. അതല്ലാതെ ഇന്ത്യൻ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിക്കാൻ പോകുന്നില്ല. ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളടിച്ച ഏക ഇന്ത്യൻ താരം എന്ന് പറയുന്നത് KP രാഹുലാണ്. അതും ഒരു ടാപ്പിൻ ഗോൾ. അത് ആർക്കും അടിക്കാൻ കഴിയുന്നൊരു ഗോൾ. അതല്ലാതെ വേറെ ആർക്കെങ്കിലും ഗോളടിക്കാൻ സാധിച്ചോ? ഈ സീസണിൽ കഴിയുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് താരങ്ങൾ ഒട്ടും ക്ലിനിക്കലല്ല. തീർച്ചയായിട്ടും ഇത് തന്നെ നെട്ടിച്ച് കളയുന്നു എന്ന് മിക്കാൽ സാർ എടുത്തു പറയുന്നുണ്ട്. ഏതായാലും ഒട്ടും ക്വാളിറ്റി ഇല്ല ഇന്ത്യൻ താരങ്ങൾക്ക് എന്ന് എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. KP രാഹുലും മറ്റുള്ള ഇന്ത്യൻ താരങ്ങളുമെല്ലാം എന്തിനാണ് കളിക്കുന്നത് എന്ന് യാതൊരു പിടിയുമില്ല. ടീമിലുള്ള എല്ലാ താരങ്ങളും ഡിഫൻസ് ഒഴിച്ച് ബാക്കി എല്ലാ താരങ്ങളും ഗോളടിക്കാൻ പ്രാപ്തിയുള്ള താരങ്ങളായിരിക്കണം ഫുട്ബോളിൽ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.